പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈശോ ഇന്ന് നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം നിയമാവർത്തനം 6-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. നിയമാവർത്തനം 6-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. നിങ്ങള് ബൈബിള് കയ്യിലുണ്ടെങ്കിൽ ആ ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗവും കൂടി വായിച്ചു പോകുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കയ്യിലുണ്ടെങ്കിൽ എടുത്തു വെക്കട്ടോ. നിയമാവർത്തനം 6-ാം അധ്യായത്തില് 17-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നത്: നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും ജാഗരൂകതയോടെ പാലിക്കണം. നമുക്കറിയാം അല്ലെ, നമ്മളുടെ ഈ ജീവിതയാത്രകളിൽ കൽപ്പനകൾ ലംഘിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടമാണത്. അല്ലെ, ആണോ? ആണോ? നമുക്ക് കൽപ്പനകള് അനുസരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കും. പക്ഷെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വയം ബുദ്ധിയോ കഴിവോ അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളോ നമ്മുടെ ജ്ഞാനമോ ഒന്നും നമ്മളെ സഹായിക്കില്ല. ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്കറിയാം, ഒത്തിരി കൽപ്പനകൾ ഒന്നുമില്ല. ആദ്യത്തെ കൽപ്പന എന്താണ്? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കണം. അല്ലെ, ആ ഒരു കൽപ്പന നമ്മള് പൂർണ്ണമായ വിശ്വസ്തയില് പൂർണ്ണമായി പരിപാലിച്ചു കഴിഞ്ഞാല്, പൂർണ്ണമായി നമ്മള് അത് അനുസരിച്ചു കഴിഞ്ഞാല്, പൂർണ്ണമായി സംരക്ഷിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ, അതായത് നമ്മളെല്ലാ കൽപ്പനകളും എങ്ങനെ അനുസരിക്കണം എന്ന് നമ്മൾ ഓർത്ത് നമ്മൾ അസ്വസ്ഥപ്പെടുമ്പോ നമ്മള് ഒന്നാമത്തെ ഈ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുവാൻ ഉള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ അതിനോടുള്ള ആ ഒരു വിശ്വസ്തത, ആത്മാർത്ഥത ഒക്കെ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം. അപ്പോൾ നമ്മളെ ഈ ലോകം ചിലപ്പോൾ മാറ്റി നിർത്താം, പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് മാറ്റി നിർത്താം, അതുപോലെ കുറ്റപ്പെടുത്താം, പലവിധ സങ്കടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും. എങ്കിലും എന്താണ്, നമുക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ദൈവവചനത്തിന്റെ ശക്തി, ആ കൃപ നമുക്ക് കിട്ടും. ഈ വചനഭാഗം മുഴുവനും ദൈവത്തിന്റെ സുപ്രധാനമായ കൽപ്പനകളാണ്. സുപ്രധാനം എന്ന് വെച്ചാല് ഏറ്റവും പ്രധാനമുള്ള കൽപ്പനകൾ. നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശത്ത് അനുഷ്ഠിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് ആജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ആണ് ഇവ. അത് ആര് പറയുന്നതാണ്? മോശ പറയുന്ന, അല്ലെ? അപ്പോ മോശയല്ലേ ജോഷുവ. അപ്പോ ഈ കൽപ്പനകളെല്ലാം നമുക്ക് അന്ന് ഈ വചനം എഴുതി, പഴയ നിയമം എന്ന് വെച്ചാൽ ഈശോ 2000 വർഷത്തിന്, ഇപ്പൊ 2026 പഴയ നിയമം എന്ന് പറഞ്ഞാൽ 600ഓളം വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ അത്രയും വളരെ ദീർഘകാലങ്ങളുടെ ഒരു വലിയൊരു നീണ്ട നിര തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ എങ്കിലും ആ കൽപ്പനകളും ചട്ടങ്ങളും ഇന്നും ദൈവം എടുത്തു മാറ്റുന്നില്ല. ഒരു വള്ളിയോ പുള്ളിയോ എടുത്തു മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതൊട്ട് നടക്കാനും പോകുന്നില്ല. നടന്നു കഴിഞ്ഞാൽ എന്താ, അവിടെ ഉണ്ടാവുന്ന ആ നഷ്ടം സ്വയം അനുഭവിക്കേണ്ടി വരും. അപ്പോ ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക്, സമൂഹ ജീവിതങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണ്. ഒന്ന് വായിക്കാവോ? നിങ്ങളും നിങ്ങളുടെ മക്കളും 2-ാമത്തെ വചനം തുടങ്ങി വായിക്കും. നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള നല്ല ഭൂമിയിൽ ചെന്ന് സകല ശത്രുക്കളെയും നിർമ്മാർജ്ജനം ചെയ്ത്. 2-ാമത്തെ ആ വചനം നിയമാവർത്തനം 6-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വചനം: നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാനിന്ന് നൽകുന്ന ദൈവമായ കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവ. ആകയാൽ ഇസ്രായേലെ കേൾക്കുക, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുവിൻ. അതായത് നമ്മളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകാൻ വേണ്ടിയാണ് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കാൻ പറയുന്നത്. അത്
ജീവിതത്തിൽ സമൃദ്ധിയും അനുഗ്രഹവും നിലനിൽക്കാൻ വേണ്ടിയാണ് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കാൻ വേണ്ടി പറയുന്നത്. അല്ലാതെ ദൈവത്തിന് വേണ്ടി ഒന്നുമല്ല, നമുക്ക് വേണ്ടി തന്നെയാണ് ദൈവം തന്റെ കൽപ്പനകളെ മനുഷ്യർക്ക് വേണ്ടി നിയമം വെച്ചത്. എന്തിനാണ്? പാപത്തെ തിരിച്ചറിയാനും പാപത്തിൽ നിന്നും വെറുത്തുപേക്ഷിച്ച് പാപത്തെ വർജിക്കാനും വേണ്ടിയാണ് നിയമം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നിയമം യഥാർത്ഥത്തില് എന്താണ്, നമുക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു എന്ന് തോന്നാം. പക്ഷെ തടസ്സമല്ല, നമുക്ക് അനുഗ്രഹത്തിന്റെ തടസ്സങ്ങളെ മാറ്റാനായിട്ട് ദൈവത്തിന്റെ കൃപ നമുക്ക് വേണ്ടി നൽകിയ കാര്യങ്ങളാണ് ഈ ഒരു കാര്യം. അതായത് നമ്മളുടെ നിയമം, നമുക്ക് ദൈവം നൽകിയ നിയമങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാല് നമുക്കുണ്ടാകുന്നത് അനുഗ്രഹങ്ങളാണ്, വർധനവാണ്, സമൃദ്ധിയാണ്. അത് നമുക്ക് ആ അനുസരിക്കുന്ന വ്യക്തി മാത്രമല്ല, കുടുംബത്തിന്, ദേശത്തിന്, അല്ലെ? നമുക്കറിയാം നമ്മുടെ ഒരു വിശുദ്ധ, ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു വിശുദ്ധ, ഒത്തിരി വിശുദ്ധർ ഇപ്പൊ ഉണ്ട്. എങ്കിലും നമുക്ക് സഹനത്തിന്റെ പുത്രിയായ വിശുദ്ധ അൽഫോൻസാമ, അതുപോലെ ഒത്തിരി വിശുദ്ധരൊക്കെ അവരുടെ സമൃദ്ധി അവരുടെ വീട്ടിൽ നിന്ന് മുഴുവനും പുണ്യജീവിതങ്ങൾ അഭ്യസിക്കാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഒറ്റ വിശ്വാസത്തില്, ഒറ്റ ആഗ്രഹത്തില്, ഒറ്റ ദൃഢനിശ്ചയത്തില്, ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ആ ദൈവിക കൽപ്പനകളും നമ്മുടെ ജീവിത യാത്രകളിൽ മുഴുവനും ദൈവത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും ഒക്കെ ഉണ്ട്, ഓരോ ദിവസവും ഉണ്ട്. പക്ഷെ അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മളുടെ ആ ബോധ്യത്തോടു കൂടെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പലപ്പോഴും അത് അവർക്ക് വേണ്ടിയല്ലേ, ഇവർക്ക് വേണ്ടിയല്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ ഓർക്കാം. പക്ഷെ ഈശോ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കുമ്പോഴാണ് അത് എനിക്കും കൂടി ബാധകമാണ്. നാലാമത്തെ വചനം, ഇസ്രായേലെ കേൾക്കുക. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളെന്ന്, അല്ലെ? ഇസ്രായേൽ എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ദൈവത്തെ യഥാർത്ഥത്തിൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന മക്കൾ എന്നാണ്. നമ്മുടെ ദൈവമായ കർത്താവ്, ഒരേ ഒരു കർത്താവ്, 5-ാമത്തെ വചനം ഇങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അതായത് ദൈവവചനം അനുസരിക്കണം എന്നുള്ളതാണ്. ഈശോ പണ്ട്, അതായത് പണ്ടെന്ന് വെച്ചാൽ ഭയങ്കര കുറെ കാലങ്ങൾക്ക് മുമ്പ്, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ്, ഞാനിങ്ങനെ എന്റേതായ ബുദ്ധിമുട്ടും സങ്കടങ്ങളിൽ കൂടെ പോകുമ്പോഴേക്കും ഞാൻ വചനമാണ് ഈ ബൈബിൾ എടുത്ത് വായിക്കും. അധികം ഒന്നും മനസ്സിലാകിയൊന്നുമില്ല, വെറുതെ ഇരുന്ന് വായിക്കും. അങ്ങനെ വായിച്ച് കുറച്ച് അതിനോടൊരു താല്പര്യം തോന്നി. അങ്ങനെ വായിച്ച് അതിനോട് താല്പര്യം തോന്നി കഴിഞ്ഞപ്പോഴേക്കും ഈശോ അതിൽ ആ താല്പര്യം എൻ്റെ ഉള്ളിൽ വന്ന സമയത്ത് എനിക്ക് പിന്നെ വചനത്തോട് കുറച്ചും കൂടി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാനുള്ള, ചെറിയ ചെറിയ കുഞ്ഞു വാക്കുകളാണെങ്കിലും വളരെ പെട്ടെന്ന് മനസ്സിലാകാനുള്ള കൃപ എനിക്ക് തന്നു. അപ്പോ അത് നമ്മുടെ ഈ വചനം, 8-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്: അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ ഒരു പട്ടമായി അണിയണം. അപ്പോ അത് നമ്മളോട്, ഈ കാലഘട്ടത്തിലെ മക്കളോട് പറയണത്, നമ്മളുടെ ഹൃദയത്തില് ദൈവവചനം ഉണ്ടായിരിക്കണം. അത് ബുദ്ധിയിലും ചിന്തയിലും ഒക്കെ ദൈവവചനം നമ്മളുടെ കൂടെ ഉണ്ടാകണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ കൽപ്പനകളൊക്കെ അനുസരിക്കാതെ, അല്ലെങ്കിൽ ദൈവകൽപ്പനകളിൽ നിന്നും നമ്മുടെ ബുദ്ധിയും ചിന്തയും ഒക്കെ മാറിപ്പോകാൻ സാധ്യത. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ: നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം എന്ത് ആയിരിക്കട്ടെ എന്ന് പറയണത്? ദൈവ വിചാരത്തോടെ ആയിരിക്കട്ടെ. ദൈവ വിചാരത്തോടെ ആകുമ്പോ എന്താ പറ്റണത്? ദൈവവചനം ഞാൻ അനുസരിക്കാനായിട്ട് അധികം സമയം എടുക്കില്ല. നമുക്ക് ദൈവവചനത്തെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ, ഇപ്പോ ഈ തെറ്റുകൾ ചെയ്യാനായിട്ട് ഈ ചില വസ്തുക്കൾ കാണുമ്പോൾ,
അല്ലെങ്കിൽ ചില വ്യക്തികളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ, ചില പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് വലിയ ജ്ഞാനമൊന്നും ഉണ്ടാവില്ലെങ്കിലും ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും അത് തിന്മയാണ്, അത് തെറ്റാണ്, പാപമാണ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരുപാട് വസ്തുക്കൾ, അതായത് ഞാൻ ഇങ്ങനെ എന്റെ സ്വന്തം കുഞ്ഞ് അനുഭവങ്ങളിൽ കൂടിയാണ് ദൈവവചനത്തിന്റെ ഓരോ വാക്കുകളിലും ദൈവം ജീവിക്കുന്നു എന്ന് മനസ്സിലായത്. അതായത് വചനം ദൈവമാണെന്ന് വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ അത് വ്യക്തിപരമായി രുചിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തില് ആ ഒരു അനുഭവം നമുക്ക് കിട്ടും. അങ്ങനെ ഓരോ അനുഭവങ്ങളിലേക്ക് വരുമ്പോ തീർച്ചയായും നമുക്ക് വചനത്തിനെ ബേസ് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്നാമത്തെ പ്രമാണമായ നിന്റെ നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകള്, എല്ലാ കൽപ്പനകളും എന്ന് പറയുമ്പോൾ ബൈബിളിൽ ഒരുപാട് നിയമങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനെയും ഒറ്റ നൂലിൽ നിർത്തിയിരിക്കുന്നത് എന്ത് കൽപ്പനയാണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം. അതാണ് ദൈവത്തിന്റെ കൽപ്പനകളുടെ, അതായത് നിയമാവർത്തനം 6:5. ഈ ഒരു വചനം നമ്മള് പഠിച്ചാൽ മതി. അതായത് നമ്മൾ പൂർണ്ണത എത്താത്തത് കൊണ്ടാണ് പിശാചൻ നമ്മളെ അപൂർണമായ പലതിലേക്കും വലിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോ ഈ ഒരു കാര്യം, അതായത് അപൂർണമായതാണ് ഈ ലോകത്തിൽ മുഴുവനും കാര്യങ്ങൾ, നശ്വരമായതാണ് ഈ ലോകത്തിൽ മുഴുവനും. പക്ഷെ അനശ്വരമായതിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത് ഈ അപൂർണതും ആയതും നശ്വരവുമായ കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈശോ ഈ വചനം ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര മറവിയാണ്, എല്ലാ കാര്യത്തിനും ഭയങ്കര മറവിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ വചനങ്ങൾ പ്രഘോഷിക്കുന്ന ആൾക്കാരൊക്കെ കണ്ട് ഇങ്ങനെ ഒരു സമയത്ത് ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ തുരുതുരാന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് വായും പൊളിച്ച് നോക്കിയിരുന്നിട്ട്, കാരണം ഇത് എങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് ഓർത്തിട്ട്. കാരണം എനിക്ക് ഒരു വചനം പോലും ഓർത്ത് മനസ്സിൽ വെക്കാൻ പറ്റുന്നില്ല. അപ്പോ അത്രയും മെമ്മറി ഇല്ലാത്ത എനിക്ക് ഞാൻ എങ്ങനെ ദൈവവചനത്തെ എന്റെ തലയിൽ വെക്കും, അതായത് നെറ്റിത്തടത്തിൽ പട്ടമായി അണിയും എന്ന് ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ബുദ്ധിയിൽ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ ഇരിക്കുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ ദൈവവചനം പഠിക്കും? ഇപ്പൊ കുറെ ബൈബിൾ ക്ലാസ്സുകൾ ഉണ്ട്, ബൈബിൾ സ്റ്റഡീസ് എന്നും പറഞ്ഞ കുറെ സാധ്യതകൾ ഇന്നുണ്ട്. പക്ഷെ ഒരു വചനവും നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പഠനം എന്ന് പറഞ്ഞാൽ എന്താ? ബൈഹാർട്ട് ആക്കുക എന്നാണ്, അല്ലെ? അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അനുസരിക്കുക എന്ന് വെച്ചാൽ എന്താ? അതിൽ ജീവിക്കുക, അല്ലെ? നമുക്ക് അതാണ് വേണ്ടത്. അതാണ് എന്താണ് ലോഗോസും റേമയും തമ്മിലുള്ള വ്യത്യാസം. ദൈവവചനം അനുസരിക്കുമ്പോൾ ഞാനൊരു റേമയാണ്. ദൈവവചനത്തോട് അല്ലെങ്കിൽ ദൈവസ്നേഹത്തോട് ഞാൻ വളരെ കുറച്ചും കൂടി ലോഗോസ് പഠിക്കുന്ന മക്കള് നല്ലത് തന്നെയാണ്. അത് നല്ല നോളജാണ്. അത് വലിയൊരു കൃപയാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരു വചനം നമുക്ക് കുറെ നേരം വായിച്ചാലും അതില് ഒരു സുവിശേഷം അല്ലെങ്കിൽ ഒരു അധ്യായം വായിച്ചാൽ അതിന്റെ കറക്റ്റ് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തലയിലേക്കില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് മാഞ്ഞു പോകും, അല്ലെങ്കിൽ അധ്യായം മാഞ്ഞു പോകും, വാക്യം മറന്നു പോകും. എങ്കിലൊരു ധാരണയുണ്ടാവും ഇന്ന സ്ഥലത്താണെന്ന്, ഇന്ന അധ്യായത്തിലാണെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അത് എവിടെയാണ് പോയിന്റഡ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഈശോ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയണത്. അത് എല്ലാവർക്കും എത്രത്തോളതാണെന്നറിയില്ല. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്താ പറഞ്ഞെന്നറിയോ? നീ എല്ലാ വചനവും പഠിക്കാനുള്ള എന്റെ ടെൻഷൻ, അതായത് എനിക്ക് വചനം പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്റെ ഓർമ്മയിൽ ഒന്നും നിൽക്കുന്നില്ലല്ലോ ഈശോയെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞപ്പോ ഈശോ പറഞ്ഞത്, നീ എല്ലാ വചനമൊന്നും പഠിക്കണ്ട, എല്ലാ വചനവും നീ പഠിക്കാനും പോകുന്നില്ല. പക്ഷെ നീ വായിക്കുന്ന വചനം നീ അനുസരിച്ച് ജീവിച്ചാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ശരിയാക്കി തന്നോളാം എന്നുള്ളതാ പറഞ്ഞത്. അതായത് നീ വായിക്കുന്ന, നിന്നോട് ഞാൻ സംസാരിക്കുന്ന വചനം നീ അനുസരിക്ക്. ഓരോ വചനവും നീ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോ തീർച്ചയായും വചനം നമ്മൾ എല്ലാ വചനവും പഠിക്കുന്നതാണോ ഏറ്റവും നല്ലത്? ഒരു വചനമെങ്കിലും അനുസരിക്കുന്നതാണോ ഏറ്റവും നല്ലത്? ഒരു വചനമെങ്കിലും അനുസരിക്കുന്നത്. ഒരു വചനമെങ്കിലും അനുസരിക്കുമ്പോഴാണ്, ദൈവവചനം അനുസരിക്കുമ്പോൾ പിശാചൻ നമ്മളോട് ഭയങ്കര വെറുപ്പാവും. പഠിച്ചു കഴിഞ്ഞാല്
അവന് വളരെ സ്നേഹവും. കാരണം പഠനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ആണോന്നില്ല, നമ്മളത് അതിൽ ജീവിക്കണമെന്നില്ല. അത് പഠിച്ച് ഇപ്പൊ നമുക്കറിയാലോ, +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഒരു ഇല്ല. ബേസിക് ആ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ടല്ലേ, അവർ തല പുകഞ്ഞാണ് അവർ പഠിക്കുക. പക്ഷെ +2 അല്ല, ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പോലും സ്വന്തം ജീവിതത്തിൽ ഒരു നന്മയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ കാലഘട്ടത്തിന്റെ മക്കൾക്കറിയില്ല. അവർ എന്തോരം എഡ്യൂക്കേഷൻ കഴിഞ്ഞാലും എന്തോരം ടാലന്റ് ആണെങ്കിലും എന്തോരം ബുദ്ധിസാമർഥ്യം ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തില് വൻപിച്ച പരാജയമായി മാറുന്നതിന്റെ കാരണം എന്താ? അതാണ് ആത്മീയതയിലും ഭൗതികതയിലും ഇത് തന്നെയാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നേർക്കാഴ്ച ഇല്ലാതെ പോകുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ദൈവവിശ്വാസം ദുർബലമാകുന്നത്. അപ്പൊ ദൈവവിശ്വാസം നഷ്ടപ്പെടുമ്പോഴേക്കും, അല്ലെങ്കിൽ ദൈവസ്നേഹം നമുക്ക് നഷ്ടപ്പെടുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? എല്ലാം ഒരു ഡിസോർഡർ ആവും, എല്ലാത്തിനും ഒരു ഓർഡർ ഇല്ലാത്ത അവസ്ഥയാവും. ഈ കഴിഞ്ഞ ദിവസം നാളെ ഞാനൊരു ധ്യാനത്തിന് പോകണേണ്, പറയാൻ വിട്ടുപോയി. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ള, കാരണം എല്ലാ തരത്തിലും പോകാൻ പറ്റിയ സാഹചര്യം ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് പോണോ വേണ്ടേ എന്നുള്ളൊരു ഇതിലാണ്. പക്ഷെ എങ്കിലും ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നീ പോണം എന്ന് തന്നെ. അപ്പൊ വചനമെടുത്ത് നോക്കിയപ്പോഴേക്കും പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്നാലും അത് കൺഫേം ചെയ്തൊരു വചനമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ പുതിയതെന്ന് പറയുമ്പോൾ ഈശോ എന്തെങ്കിലും എന്നെ റിഫ്രഷ് ചെയ്യാനായി, കാരണം എനിക്കൊരു അത്യാവശ്യമാണ് ഇപ്പോ. അതായത് ശുശ്രൂഷകരുടെ ഒരു ധ്യാനമാണ്. അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു, പോണോ പൂർണ്ണമായിട്ടും? ഈശോ, എനിക്കത് ഒരു കൺഫർമേഷൻ കിട്ടുന്നില്ല. അപ്പൊ ഇന്ന് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞ്, എന്തിനാണ് ഇപ്പൊ ധ്യാനത്തിന് പോണത്? ഇന്നാളങ്ങോട്ട് പോയല്ലേ ഉള്ളൂ, ഇപ്പൊ പോകേണ്ട ആവശ്യമുണ്ടോ? കാരണം പോയാലങ്ങ് ശരിയാവുകയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തടസ്സം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈശോ പറഞ്ഞത് പോകാനാ പറഞ്ഞത്. ഈശോ എന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തടസ്സം നിന്ന് കഴിഞ്ഞാല് അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എന്നാ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ വചനം എടുത്തിട്ട് എന്താണ് ഇപ്പൊ ഈശോ എന്താ പറയണതെന്ന് ചോദിക്കുന്നിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി. അപ്പൊ എന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു ദുർബലാവസ്ഥയാണ്, പോണോ വേണ്ടേ എന്നുള്ള അവസ്ഥയാണ്. എങ്കിലും ഒരു എന്താ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും എനിക്കൊരു ഉറപ്പായ ഒരു വചനം എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ലേ. 2-3 പ്രാവശ്യം വചനമൊക്കെ എടുത്തെങ്കിൽ ഒരു ലാഗിങ് ആയിട്ടുള്ള വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ചിലപ്പോ എന്നെ പരീക്ഷിക്കാനായിരിക്കും. എന്താണെങ്കിലും ഞാനിങ്ങനെ ആ ഒരു മന്ദതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇന്ന് രാവിലെ എന്നോട് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാന് ശരി. അപ്പൊ എനിക്കും ഹസ്ബൻഡിനും ഒരു ഉറപ്പ് കിട്ടുന്ന വചനം തന്നെ, അല്ലെങ്കിൽ പുള്ളിക്കാരനോട് സംസാരിക്കുന്ന വചനം എനിക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വചനം എടുത്തപ്പോഴേക്കും ഈശോ തന്നൊരു വചന ഭാഗമാണ് ഏശയ 55:6. അതായത് എപ്പോൾ തന്നെ, അതായത് കർത്താവിനെ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഇപ്പോൾ തന്നെ നീ കണ്ടെത്താനുള്ള ശ്രമം നടത്തണം എന്നുള്ള ഒരു വചനം. ഏശയ 55:6 എടുക്കട്ടെ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അപ്പോ ഹസ്ബൻഡ് പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. പിന്നെ അടുത്ത വാക്കൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഇതിപ്പോ എനിക്ക് തന്ന മറുപടിയേക്കാൾ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് തന്നേക്കുന്ന മറുപടി. അതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ് ചിലപ്പോ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പോണേണ്. കാരണം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പോണോ വേണ്ടേ എന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് ഈശോ ഇന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്തയൊക്കെ ഇങ്ങനെ ലാഗ് ചെയ്യിക്കുമ്പോ എന്താ, ദൈവകൽപ്പനകൾ അനുസരിക്കാനായിട്ട് ലാഗിങ് വരും, ഒരു തടസ്സം വരും, ഒരു മന്ദത വരും, അലസത വരും. അപ്പൊ എന്ത് പറ്റും? നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് അതുപോലെ ലാഗിങ് വരും, അതുപോലെ തടസ്സം വരും, സമയം എടുക്കും. നമുക്കറിയാലോ, ഇസ്രായേൽ ജനങ്ങളെ 4 വർഷം കൊണ്ടാണ് കാനാൻ ദേശത്തേക്ക് എത്തിക്കാനായിട്ട് ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ എത്ര വർഷം എടുത്തു? 40 വർഷം. 40 വർഷം എടുത്തു. എത്ര?
അത്രയും 4 വർഷം എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞിക്കാലങ്ങളിൽ അത്രയും ഇരട്ടി വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾ എടുത്തല്ലേ. അപ്പോ എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താ ദൈവം പറയുന്നത് അനുസരിക്കാഞ്ഞത് കൊണ്ടാണ് അത് അത്രയും വർഷം നീണ്ടുപോയത്. അപ്പൊ ആ ഇറങ്ങി പുറപ്പെട്ട ജനങ്ങള് മരിച്ചു മണ്ണോടടിഞ്ഞു. പിന്നെ പുതിയ ജനറേഷൻ വന്നു. അവര് വലിയ മനുഷ്യരായി. അവര് വലിയ എന്താണ് യുവാവായി, യുദ്ധവീരന്മാരായി. അവർക്ക് അത്രയും വളർച്ച പ്രാപിച്ചപ്പോഴാണ് ഇത്രയും ദൂരം കടന്ന്, ഇത്രയും കാലം കടന്ന് കാനാൻ ദേശത്തേക്ക് എത്തിയത്. അപ്പോ നമ്മളുടെ സമയം ആരാ നഷ്ടപ്പെടുത്തുന്നത്? നമ്മൾ തന്നെയാണ്, അല്ലെ? നമ്മളുടെ അനുഗ്രഹം ആരാ നഷ്ടപ്പെടുത്തുന്നത്? നമ്മൾ തന്നെയാണ്, അല്ലേ? നമ്മളുടെ സമാധാനം ആരാ നഷ്ടപ്പെടുത്തുന്നത്? നമ്മൾ തന്നെ. കാരണം ദൈവം ഒരു പ്രാവശ്യം പറയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ബുദ്ധിശൂന്യത അല്ലെങ്കിൽ ദൈവകൃപയോട് നമുക്ക് അത്രമാത്രം കമ്മിറ്റ്മെന്റ് അല്ല, അല്ലെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധം ഇല്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് പഴയ പുസ്തകത്തിൽ, പഴയ വചനഭാഗങ്ങളിലെല്ലാം ആരെയാണ് സമീപിച്ചിരുന്നത് വെച്ചത്? പ്രവാചകന്മാരെയാണ്, അല്ലെ? പ്രവാചകന്മാരിൽ കൂടിയാണ് ദൈവം സംസാരിച്ചത്. സാധാരണ എല്ലാവർക്കും ദൈവസ്വരം കേൾക്കാൻ പറ്റില്ലായിരുന്നു, അല്ലെ? അപ്പൊ പ്രവാചകന്മാരെ കൊണ്ടുവന്നിട്ടാണ് പ്രവചനങ്ങളിൽ കൂടിയാണ് ദൈവം പ്രവചിച്ച്, ദൈവം പറയുന്നത് പ്രവചനങ്ങളിൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വഴിയാണ് ജനങ്ങൾക്ക് വ്യക്തമായ ദൈവിക വഴികള്, ചിന്തകള്, ബോധ്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോ എല്ലാവർക്കും എല്ലാം കിട്ടുന്നില്ല. കാരണം ഇത് എല്ലാവർക്കും എല്ലാം ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാവർക്കും സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സില്ല, ആഗ്രഹമില്ല, താല്പര്യമില്ല, അധ്വാനമില്ല. അതുകൊണ്ട് എന്താ, എല്ലാവരും വഴിതെറ്റിപ്പോകുമ്പോൾ ഒരാളെങ്കിലും കർത്താവ് പിടിച്ച് ഉയർത്തും. അതിപ്പോ നമ്മുടെ വീടുകളാവാം, നമ്മുടെ സമൂഹമാവാം, നമ്മുടെ സഭയാകാം. എല്ലാവരും ഒരേ വഴിയിലൂടെ പോകുന്നില്ല. മോശയുടെ 40 ദിവസം രാവും പകലും മോശ ദൈവത്തോട് കൂടെ ആയിരുന്നപ്പോഴേക്കും താഴത്ത് എന്താ സംഭവിച്ചത്? 40 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോശയെ കാണാതെ ജനം, ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജനം എന്ത് ചെയ്തു? ദൈവത്തെ ഉപേക്ഷിച്ചു. ഒരു കാളയുണ്ടാക്കിയപ്പോൾ അതിനെ ആരാധിക്കാനും അതിൽ വെച്ച് ദൈവത്തിന് പകരം വെക്കാനായിട്ട് ഒരു കാളയെ, ബിംബത്തെ ഉണ്ടാക്കിയപ്പോഴേക്കും എന്ത് പറ്റി? ഒന്നാം പ്രമാണം, അതായത് ഒരു എന്താ ദൈവത്തിന്റെ ഏറ്റവും ശക്തമായ അത്ഭുതങ്ങൾ കണ്ട ഒരു ജനതയാണ് ഇസ്രായേൽ ജനം. പക്ഷെ നിമിഷ നേരം കൊണ്ട്, അല്ലെങ്കിൽ 40 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസമല്ലേ, അല്ലെ? നട്ടുപോലും ആ 40 ദിവസം മോശയെ കാണണ്ടായപ്പോ അവർക്ക് ആരാധിക്കാൻ ദൈവം വേണം, അവർക്കൊരു രാജാവ് വേണം, അങ്ങനെയുള്ള കുറെ ആവശ്യങ്ങളായി. അങ്ങനെ ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ദൈവകൽപ്പനകള് ലംഘനം സംഭവിച്ചു. ദൈവകൽപ്പന ലംഘനം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? പിശാചിനാണ് പിന്നെ അവിടെയുള്ള അധികാരം മുഴുവനും. ദൈവകൽപ്പനകളെ ലംഘിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തിയായാലും കുടുംബമായാലും സമൂഹമായാലും ഇടവകയായാലും ഏത് അവസ്ഥയാണെങ്കിലും സാഹചര്യമാണെങ്കിലും അവിടുത്തെ അധികാരം മുഴുവനും പിന്നെ പിശാച് ഏറ്റെടുക്കും. കാരണം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഒരു വലിയൊരു സൊല്യൂഷൻ. കയറി ചെല്ലാനുള്ള എൻട്രി കിട്ടണത് അവിടെ. അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ കൽപ്പനകൾ എവിടെയാണ് ആദ്യം തെറ്റിച്ചത്? ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ എവിടെയാണ് തെറ്റിച്ചത്? ഏദൻ തോട്ടത്തിലായിരുന്നു, അല്ലേ? ഏദൻ തോട്ടത്തില് ദൈവം പറഞ്ഞത് എന്തായിരുന്നു? ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും പഴം പൊട്ടിച്ച് കഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അവര് കഴിച്ചില്ല, അല്ലെ? അവരെ പ്രലോഭിപ്പിക്കാനായിട്ട് ഒരാള് വന്നു. പക്ഷെ അവര് പ്രലോഭിപ്പിക്കേണ്ട ആള് വന്നാലും ദൈവത്തെ അവര് ഓർക്കണമായിരുന്നു, ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷെ അവരെല്ലാം ഓർത്തുകൊണ്ടും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വന്ന ആളോട് സംസാരിച്ചത്. ഇത് ഈ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കുന്നില്ല. പക്ഷെ പ്രലോഭനങ്ങൾ വരും. പ്രലോഭനങ്ങൾ തീർച്ചയായും മനുഷ്യരുണ്ടാവും. പ്രത്യേകിച്ച് നോമ്പുകാലമാണ്. നമുക്ക് എന്താണോ ഇഷ്ടമില്ലാതെ നമ്മൾ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നത്, അവിടെ പ്രലോഭകൻ തീർച്ചയായും ഇടിച്ചു കയറി വരും. ആരും വിളിച്ച് കയറ്റണമെന്നില്ല പ്രലോഭകനെ. പല മോഹങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ശരീരത്തിന്റെ, മനസ്സിന്റെ, ജീവിതത്തിന്റെ ഒക്കെ ഒരുപാട് അവസ്ഥകളിൽ കൂടി കടന്നു വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിക്കാം, ദൈവം എനിക്ക് ഇപ്പൊ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുണ്ടായിട്ട് എനിക്ക് അത് അനുഗ്രഹമാണോ അല്ലെങ്കിൽ കൃപയാണോ
അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമാണോ? അതായത് ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ട് പൊട്ടത്തരം കാണിച്ചാലും തെറ്റ് ചെയ്താലും ദൈവം അതിന്റെ മേല് കൃപ ചൊരിയും. കാരണം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിക്കുറവ് കൊണ്ടും നമ്മുടെ ആത്മീയ ദുർബലതകൾ കൊണ്ടുമാണ് അത് വീണു പോയതെന്ന് ദൈവം നമ്മുടെ മക്കളൊക്കെ തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നില്ലല്ലോ, അല്ലെ? അതുപോലെ തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ സ്രഷ്ടാവായ ദൈവം നമ്മൾ ഉപേക്ഷിക്കുമോ? അപ്പൊ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നമ്മള് ക്രിസ്ത്യാനി ആണെന്നുള്ളതല്ല, ഒരു സൃഷ്ടാവിനോടുള്ള ബന്ധം ഒരു അമ്മയും കുഞ്ഞും പോലെ ഒരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. അത് ഒരു പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറഞ്ഞാല് അമ്മ ഡെലിവറി ആയിക്കഴിഞ്ഞാല് കുഞ്ഞിനെ അത് പൊക്കിൾക്കൊടി മുറിച്ച് കളയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും വേർപെടുമ്പോഴാണ് ഈ പൊക്കിൾക്കൊടി കട്ടാകുന്നത്. അതുവരെ നമ്മളോട് ദൈവം സ്നേഹവും കരുണയും കൊണ്ട് നമ്മളെ പൊതിയുന്നുണ്ട്. എത്ര പാപം ചെയ്താലും നമ്മളെ വീണ്ടെടുക്കാൻ തന്റെ ദിവ്യമായ സ്നേഹത്താലും കരുണയിലും ഈശോ അതുപോലെ അനുഭവിച്ചിട്ടാണ് നമുക്ക് വേണ്ടി നമ്മുടെ ജീവൻ നൽകിയത്. അതുകൊണ്ട് ദൈവം കരുണയോടെ നമ്മളെ കാത്തു പരിപാലിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഈ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുന്ന അനുസരിച്ച് നമ്മുടെ ജീവിത കൃപകള്, ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും എണ്ണി എണ്ണി ദുഷ്ടൻ പിടിച്ചു വലിച്ചു മാറ്റും. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ തടസ്സങ്ങളുള്ളത് കൊണ്ട് അതിനെയൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ നമ്മൾ വീണ്ടും ദൈവകൃപയോട് ചേർന്ന് വന്നിട്ട് എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിന്റെ പൂർണ്ണമായ കൽപ്പന, ഒന്നാമത്തെ എല്ലാത്തിനേക്കാൾ പരമപ്രധാനമായി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ അനുഗ്രഹ കൃപയിലേക്ക് നമ്മൾ വളരുന്നതാണ് നമ്മുടെ അനുഗ്രഹങ്ങളെ വീണ്ടെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ നിലനിർത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒത്തിരി കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും പരമപ്രധാനം നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കാനുള്ള തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അനുഗ്രഹങ്ങൾ വീണ്ടും പ്രാപിക്കുവാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നത്. സമൃദ്ധിയിലും അനുഗ്രഹത്തിലും ദൈവകൃപ ഒക്കെ ജീവിക്കുവാൻ, വലിയ സംരക്ഷണത്തിലായിരിക്കുവാൻ കുടുംബത്തിൽ എല്ലാവർക്കും സാധിച്ചില്ലെങ്കിലും അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ വിശ്വസിച്ചാൽ മതി, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. നിന്റെ വീട്ടിലെ എല്ലാവരും എന്നെ വിശ്വസിച്ച് കഴിഞ്ഞാല് ഞാൻ നിന്റെ കുടുംബത്തെ രക്ഷിക്കാനൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. നീ വിശ്വസിച്ചാല് നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ആ ഒരു വിശ്വാസ വാഗ്ദാനത്തിന്റെ കൃപയില് നമുക്ക് ദൈവകൽപ്പനകളെ ഏറ്റവും ജാഗ്രതയോടും കൃപയോടും കൂടി നിലനിർത്തുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.